السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും രക്ഷിതാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഇന്നലെ വാൽപ്പാറയിലുണ്ടായ വണ്ടി അപകടത്തിൽ മലപ്പുറം പാങ്ങ് സ്വദേശത്തുള്ള സ്കൂളിലെ അധ്യാപികമാർ, ഡ്രൈവർ ഉൾപ്പെടെ 8-9-10 പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. അത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവലും കരുണയും നൽകട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, അൽ-മവാഹിബുൽ ജലിയ മഹാനായ തഴവ ഉസ്താദ് രചിച്ച ഗ്രന്ഥത്തിൽ നിന്നുള്ള പാരായണമാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ വിഷയം ആദാബുൽ മസാജിദ് എന്നതാണ്. അള്ളാഹു മഹാനായ തഴവ ഉസ്താദിന് സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബിൻ്റെതാണ് മസാജിദ് എന്നറിയേണ്ടതാ, സൂറത്ത് ജിന്നിൽ നോക്കിയാൽ കാണുന്നതാ. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദൻ. മസ്ജിദുകൾ അത് അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിൻ്റെ ഭവനമാണ്. ആ ഭവനത്തിൽ ഫലാ തദ്ഉ മഅല്ലാഹി അഹദൻ, മറ്റൊരു ആളിനെ, മറ്റൊരു സാധനത്തിനെയും വസ്തുവിനെയും അള്ളാഹുവിനോടൊപ്പം ഇബാദത്ത് ചെയ്യരുത്. അള്ളാഹുവിൻ്റെ ഭവനം എന്നതുകൊണ്ട് ഉദ്ദേശം മസ്ജിദുകൾ അത് അള്ളാഹുവിൻ്റെ ഭവനമാണ്. അവന് ആരാധനകൾ ചെയ്യുവാനുള്ളതാണ്. ആരാധനകൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം വെറും നിസ്കാരം മാത്രമല്ല. മുഅ്മിനുകൾ, മുസ്ലിമീങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നന്മയായ കാര്യങ്ങൾ, അതൊക്കെ ആരാധനകൾപ്പെടും. ദുആകൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ, സ്വലാത്തുകൾ, ഇഅ്തികാഫിരിക്കൽ, അതുപോലെ പള്ളി പരിപാലനം, തൂത്തു വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക, ഇതൊക്കെയും നല്ല നന്മയായ ഇബാദത്തുകളിൽ പെടുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെതാണ് മസ്ജിദ് എന്ന് ഓർമ്മിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് വേണം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുവാൻ. മര്യാദകളുണ്ട്, അദബുകളുണ്ട്, അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം പള്ളിയിൽ നമ്മൾ വസിക്കുവാനും ഇരിക്കുവാനും താമസിക്കുവാനും ഒക്കെ. ആ മര്യാദകൾ അനുസരിച്ച് വേണം നമ്മൾ പെരുമാറുവാൻ. ഇല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് നമ്മൾ ഓർക്കുക. അവനുള്ള ഭവനം എന്ന ബഹുമതിയുള്ളതാ, അതുകൊണ്ട് തന്നതിനുള്ള സീറ്റേറുന്നതാ. അള്ളാഹുവിൻ്റെ ഭവനം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? അതിൻ്റെ ആ സീറ്റിന്, അവിടെയുള്ള സ്ഥലത്തിന് വളരെ വലുതായ സ്ഥാനമാനങ്ങളുണ്ട്, ബഹുമാനം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഭൗതിക വിഷയമൊന്നും തന്നെ പാടില്ല പറയാനും കടന്നാൽ പിന്നെ. പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭൗതികമായ സംസാരങ്ങളൊന്നും തന്നെ പാടില്ല. അത് സ്റ്റോപ്പ് ചെയ്ത് വേണം പള്ളിയിൽ പ്രവേശിക്കാൻ. പള്ളിയുടെ ഉള്ളിൽ കടന്നാൽ ഭൗതികമായിരിക്കുന്ന സംസാരങ്ങൾ പറ്റ ഒഴിവാക്കുക. വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ചിലർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും വേണം. നമ്മൾ ഓരോരുത്തരും സ്വയം നിയന്ത്രിക്കുകയും, ആ നിയന്ത്രണം, ഇത് പള്ളിയാണ്, എനിക്ക് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ പാടില്ലാത്ത സ്ഥലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും പ്രവർത്തിച്ചാൽ അക്കാര്യം വളരെ ഭംഗിയായി നിർവഹിക്കപ്പെടാൻ പറ്റും. നീ പള്ളിയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഹസനാത്ത് നീ അറിയാതെ തുലയുന്നുണ്ട്. പള്ളിയിൽ കയറിയിരുന്ന ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ നീ ചെയ്തിട്ടുള്ള ഹസനാത്തുകൾ, നന്മകൾ ഓരോന്നോരോന്ന് പോയിക്കൊണ്ടിരിക്കുന്നു, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, തുലഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം
നീ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കുന്നില്ല. പള്ളിയുടെ വെളിയിൽ ഏത് രീതിയിലുള്ള സംസാരവും ബഹളമാണോ അതുപോലെയാണ് പള്ളിയുടെ ഉള്ളിലെങ്കിൽ നീ ചെയ്ത നന്മകൾ, ഹസനാത്തുകൾ എത്രയോ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യം നീ മനസ്സിലാക്കുക. പുല്ലെങ്ങിനാണോ കാലികൾ തിന്നുന്നത്, അതുപോലെയാണെന്നാണ് നബി പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു ഉദാഹരണം പറഞ്ഞു. നല്ല പുല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് കാലികളെ നമ്മൾ അഴിച്ചുവിട്ടു. പശുവിനെയോ എരുമയെയോ കാളയെയോ ആടിനെയോ നമ്മൾ പുല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പറമ്പിൽ, ഒരു വസ്തുവിൽ നമ്മൾ ഈ മൃഗങ്ങളെ അഴിച്ചുവിട്ടു. എന്നാൽ അത് എങ്ങനെയാണോ ആ കണ്ട പുല്ലുകളെ തിന്ന് നശിപ്പിക്കുന്നത്, അതുപോലെയാണ് പള്ളിയുടെ ഉള്ളിൽ നീ ഇരുന്ന് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ നിന്റെ നന്മകൾ നിന്നിൽ നിന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം നമ്മൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നീ മജാലിസിൽ നോക്കിയാൽ കാണുന്നതാ, 81 വ്യക്തമായി പറയുന്നതാ. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പള്ളി വളരെ സൂക്ഷിക്കേണ്ട ഇടമാണ്. 2 ആള് പള്ളിയിൽ വന്ന് തായിഫിലുള്ളവർ സംസാരിക്കുന്നത് കേട്ട് സയ്യിദുനാ ഉമർ. അവർക്കുള്ള പേരറിവില്ല എങ്കിൽ തന്നെ ഗോത്രം തഖീഫാണെന്ന് പറയാം പൊന്നേ. അവരെ പിടിച്ചുടൻ ഹാജരാക്കണമെന്ന് കൽപ്പന ഖലീഫ കൊടുത്തുടൻ അവര് വന്ന്. തായിഫിൽ നിന്ന് 2 ആളുകൾ വന്നു പള്ളിയിൽ. അവരവരുടെ സംസാരം തുടർന്നു. അവരുടെ പേരറിവില്ല. തഖീഫ് ഗോത്രക്കാരാണെന്നറിയാം. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഖലീഫ സ്ഥാനമുള്ള സമയമാണ്. അവിടുന്ന് ഉത്തരവിട്ടു അവരെ 2 പേരെയും ഹാജരാക്കണമെന്ന്. അങ്ങനെ അവർ വന്നു. അവർ വന്നപ്പോൾ എന്ത് ഖലീഫ പറഞ്ഞു? നിങ്ങൾ വിദേശികൾ തന്നെ, അതിനാൽ വിട്ടതാ. അല്ലാത്ത പക്ഷം നല്ല ശിക്ഷ തരേണ്ടതാ. നിങ്ങൾ ഈ നാട്ടുകാരല്ല, നിങ്ങൾ അന്യദേശത്ത് നിന്ന് വന്നവരാ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പള്ളിയിൽ കയറുമ്പോൾ, പള്ളിയിൽ താമസിക്കുമ്പോൾ ചില മര്യാദകളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ നാട്ടുകാരല്ലാത്തത് കൊണ്ട് നിങ്ങൾ തൽക്കാലം വിടുന്നു. അതുകൊണ്ട് ഒരു ശിക്ഷയും നൽകുന്നില്ല. ഈ നാട്ടുകാരനായിരുന്നുവെങ്കിൽ ശിക്ഷ നൽകുമായിരുന്നു എന്ന് നല്ല ഉപദേശം കൊടുത്ത് അവരെ അവിടുന്ന് മടക്കി അയച്ചു. നോക്കുക, അള്ളാഹുവിൻ്റെ ഭവനമാണ്, അവിടെ മോശമായ കാര്യങ്ങളൊന്നും പറയരുത്, ചെയ്യരുത് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് നല്ല ഉപദേശം കൊടുത്തിട്ട് അവരെ അവിടുന്ന് പറഞ്ഞേക്കുകയാണ് ചെയ്യുന്നത്. സഹോദരന്മാരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ഏത് പള്ളിയിലാണെങ്കിലും നമ്മൾ കയറിയിരുന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മളെ പരിചയമുള്ളവരോട് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് പള്ളിയുടെ ഉള്ളിലിരുന്ന്, അത് നമ്മുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും. ഞാനിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഭവനത്തിലാണെന്നുള്ള ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി നമ്മളിരിക്കണം. ഏതൊരു പള്ളിയിൽ കയറുമ്പോഴും ഞാൻ ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നു എന്ന നിയത്ത് നമ്മൾ ഹൃദയത്തിൽ കരുതുകയും ആ പള്ളിയിൽ ഇരിക്കുകയും ആ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്ന സമയം വരെ ഇഅ്തികാഫിൻ്റെ കൂലി നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അല്ലാഹു തആല മസ്ജിദിൻ്റെ ആദാബുകൾ പരിപൂർണമായും പാലിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്നും മാറ്റിത്തരട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുള്ള രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കാവലും കരുണയും നൽകട്ടെ. ഇന്നലെ തമിഴ്നാട്ടിൽ ഉണ്ടായ ആ വാഹനാപകടം, സ്കൂളിൽ നിന്ന് പോയ ടീച്ചർമാർ
കുറേ പേര് മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും നൽകട്ടെ. അത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവലും കറയും നൽകട്ടെ. എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം. ഗൾഫ് രാജ്യങ്ങളൊക്കെ പ്രതിസന്ധിയിലാണ്, ശാശ്വതമാകാൻ വേണ്ടി ദുആ ചെയ്യണം. അതിനുള്ളൊരു ഏകദേശ ധാരണകളായി എന്നറിയുന്നു. അള്ളാഹു സമാധാനം നൽകട്ടെ. നമ്മുടെ മക്കൾക്ക് നാഫിയായ ഇൽമും കൂർമ്മ ബുദ്ധി കൊടുത്തു നാഫിയായ ഇൽമും നല്ല പരീക്ഷയിൽ എല്ലാ പരീക്ഷയിലും ഉന്നതമായ വിജയം വരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു മബറൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും കുടുംബസമേതം ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.